14ാം നിയമസഭയുടെ സ്പീക്കറായി പി ശ്രീരാമകൃഷ്ണനെ തെരഞ്ഞെടുത്തു. ശ്രീരാമകൃഷ്ണൻ 92 വോട്ടുകൾ നേടിയപ്പോൾ 46 വോട്ടുകൾ മാത്രമാണ് UDF സ്ഥാനാർത്ഥി VP സജീന്ദ്രന് ലഭിച്ചത്. PC ജോർജിന്റെ വോട്ട് അസാധുവായി. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ LDFന് 2 വോട്ടുകൾ അധികം ലഭിച്ചപ്പോൾ UDFൽ നിന്നും 1 വോട്ട് ചോർന്നു. കേരള നിയമസഭയുടെ 22ാമത് സ്പീക്കറായിട്ടാണ് പൊന്നാനി MLA പി ശ്രീരാമകൃഷ്ണൻ ചുമതലയേറ്റത്. 14ാം നിയമസഭയുടെ അധ്യക്ഷനെ പ്രോട്ടോം സ്പീക്കർ S ശർമ്മയുടെ മേൽനോട്ടത്തിൽ വോട്ടെടുപ്പിലൂടെയാണ് തെരഞ്ഞെടുത്തത്. പി ശ്രീരാമകൃഷ്ണന് 92 വോട്ടുകൾ ലഭിച്ചപ്പോൾ UDF സ്ഥാനാർത്ഥി VP സജീന്ദ്രന് 46 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. PC ജോർജിന്റെ വോട്ട് അസാധുവാവുകയും ചെയ്തു. പ്രോട്ടോം സ്പീക്കർ വോട്ട് രേഖപ്പെടുത്തിയില്ല. BJP അംഗം O രാജഗോപാലിന്റെയും UDF ക്യാമ്പിലെ ഒരോട്ടും ചേർത്ത് LDFന് 2 വോട്ട് അധികം ലഭിച്ചപ്പോൾ UDFൽ നിന്ന് ഒരോട്ട് ചോർന്നു. സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ചേർന്ന് ശ്രീരാമകൃഷ്ണനെ സ്പീക്കറുടെ ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചു. നിയമസഭയെ സംവാദ സംസ്കാരത്തിന്റെ വേദിയാക്കുമെന്ന് ചുമതലയേറ്റ ശേഷം സ്പീക്കർ പറഞ്ഞു. സഭയെ സുഗമമാക്കാൻ വാച്ച് ആൻഡ് വാർഡിന്റെ കായികബലം ആവശ്യമില്ലെന്നും ശ്രീരാമകൃഷ്ണൻ വ്യക്തമാക്കി. നിയമസഭയെ സംവാദ സംസ്കാരത്തിന്റെ വേദിയാക്കി മാറ്റാൻ ആഗ്രഹിക്കുക. വാച്ച് ആൻഡ് വാർഡിൻ്റെ കായിക ബലം കൊണ്ട് നിയമസഭാ പ്രവർത്തനങ്ങളെ സുഗമമാക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. സഭാപ്രവർത്തനത്തെ സമചിത്തതയോടെ കാണണമെന്നും എല്ലാ അംഗങ്ങളുടെയും അവകാശം സംരക്ഷിക്കാനും സ്പീക്കർക്ക് കഴിയട്ടെയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശംസിച്ചു. സഭ കാലങ്ങളായി നിലനിർത്തി പരിരക്ഷിച്ചു പോരുന്ന മൂല്യങ്ങളെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ധാർമ്മികതയിൽ അധിഷ്ഠിതമായ പുത്തൻ ജനാധിപത്യ മൂല്യങ്ങൾ കണ്ടെത്തി സഭാ നടപടികളെ നവീകരിക്കുന്നതിനും പുതിയ സ്പീക്കർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. സ്പീക്കർ എല്ലാ സഭാംഗങ്ങളുടെയും അവകാശം സംരക്ഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടു. ഭരണകക്ഷിയെയും പ്രതിപക്ഷത്തെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും സഭാംഗങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കാനുമുള്ള വലിയ ഉത്തരവാദിത്തമാണ് അങ്ങയിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിപൂർവമായ നിലയിൽ സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങേക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. തുടർന്ന് ഭരണപ്രതിപക്ഷത്തെ കക്ഷി നേതാക്കളും പുതിയ സ്പീക്കർക്ക് ആശംസകൾ നേർന്നു. അതിനുശേഷം സ്പീക്കറുടെ മുറിയിലെത്തി ശ്രീരാമകൃഷ്ണൻ ചുമതലയേറ്റു. തുടർന്ന് നിയമസഭയിലെ നേതാക്കളുടെ പ്രതിമയിൽ അദ്ദേഹം പുഷ്പചക്രം അർപ്പിച്ചു. ശേഷം മറ്റ് സാമാജികർക്കൊപ്പം ചായ സൽക്കാരത്തിലും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാന ടെലിവിഷൻ അവാർഡുകൾ ഇപ്പോൾ സംസ്കാര വകുപ്പ് മന്ത്രി AK ബാലൻ പ്രഖ്യാപിക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിൽ പരിപാടി സാംസ്കാരിക വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അതിലിപ്പോൾ ആദ്യം നടക്കാൻ പോകുന്നത് 2016 ജൂൺ 10 മുതൽ 14 വരെ 9ാമത് രാജ്യാന്തര ഡോക്യുമെൻ്ററി ഹ്രസ്വ ചിത്രമേള. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന 9ാമത് രാജ്യാന്തര ഡോക്യുമെൻ്ററി ഹ്രസ്വ ചിത്രമേള തിരുവനന്തപുരത്തെ കൈരളി ശ്രീ നിള തിയേറ്ററുകളിൽ ജൂൺ 10 മുതൽ 14 വരെ നടക്കും. ഡോക്യുമെൻ്ററി, ഹ്രസ്വചിത്രം, ആനിമേഷൻ, മ്യൂസിക്, വീഡിയോ, ക്യാമ്പസ് ഫിലിം വിഭാഗങ്ങളിലായി 79 ചിത്രങ്ങളാണ് മത്സരരംഗത്തുണ്ടാകുക. മേളയുടെ ഉദ്ഘാടനം 10-ാം തീയതി വൈകിട്ട് 6:30 ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിർവഹിക്കും. ഈ വർഷത്തെ മേളയുടെ തീം വൈൽഡ് ലൈഫായി നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ മികച്ച വൈൽഡ് ലൈഫ് ഡോക്യുമെൻ്ററി സംവിധായകരായ നരേഷ് ബേഡി, ശേഖർ ദത്താത്രി, പ്രവീൺ സിംഗ്, സന്ദേശ് കടൂർ, സുരേഷ് ഇളമൻ എന്നിവരുടെ പ്രധാനപ്പെട്ട ഡോക്യുമെൻ്ററികളാണ് ഈ ചടങ്ങിൽ പ്രദർശിപ്പിക്കുക. ഇവർ പങ്കെടുക്കുന്ന പാനൽ ചർച്ചയും മേളയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. ഇതോടൊപ്പം പ്രശസ്ത മണിപ്പൂരി സംവിധായകൻ
പത്മശ്രീ അരിഭാം ശ്യാം ശർമ്മയുടെ ചിത്രങ്ങൾ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചൈനീസ് സംവിധായകനായ വാങ് ബിങ്, സഞ്ജയ് കാഗ് എന്നിവരുടെ ചിത്രങ്ങളുമുണ്ട്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഹ്രസ്വചിത്രങ്ങൾ പ്രമുഖ മറാത്തി സംവിധായകൻ ഉമേഷ് കുൽക്കർണി അവർ ക്രിയേറ്റ് ചെയ്ത ബീച്ച്, ലോകത്തിലെ ഏറ്റവും മികച്ച പരീക്ഷണ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഹാബർ ഹുസൈൻ, ഇതൊക്കെ ഈ പ്രദർശനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. തിരഞ്ഞെടുക്കപ്പെട്ട ജർമ്മൻ ചിത്രങ്ങളും ഇതിൻ്റെ ഒരു ആകർഷണീയതയായിരിക്കും. രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 120ഓളം സംവിധായകർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ആകെ 204 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുക. മത്സര വിഭാഗം എന്ന് പറയുന്നത് ഷോർട്ട് ഫിക്ഷൻ 30, ലോങ് ഡോക്യുമെൻ്ററി 8, ഷോർട്ട് ഡോക്യുമെൻ്ററി 9, മ്യൂസിക് വീഡിയോ 14, ആനിമേഷൻ 6, ക്യാമ്പസ് ഫിലിം 4. മത്സരരംഗത്തില്ലാത്ത ഫോക്കസ് വിഭാഗത്തിൽ ഷോർട്ട് ഫിക്ഷൻ 18, ലോങ് ഡോക്യുമെൻ്ററി 5, ഷോർട്ട് ഡോക്യുമെൻ്ററി 18. 11 വൈകിട്ട് നാടൻ കലാമേളയുണ്ടാകും. 13 വൈകിട്ട് ഷബീർ അലിയുടെ ഗസൽ സന്ധ്യ ഉണ്ടാകും. 14 സമാപനം. ഇതാണ് 9ാമത് രാജ്യാന്തര ഡോക്യുമെൻ്ററി ഹ്രസ്വ ചിത്രമേളയുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇന്നത്തെ പത്രസമ്മേളനത്തിന് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. നമ്മുടെ സംസ്ഥാന ടെലിവിഷൻ അവാർഡ് 2014 പ്രഖ്യാപിച്ചിട്ടില്ല. അതുപോലെ തന്നെ 2015 അവാർഡ് പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ അതുകൂടി ഈ ചടങ്ങിൻ്റെ ഭാഗമായി പ്രഖ്യാപിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ സംസ്ഥാന ടെലിവിഷൻ അവാർഡ് 2014 അത് കഥാവിഭാഗത്തിൽ, അതായത് ഫിക്ഷൻ രംഗത്ത് 21 അവാർഡുകളാണ്. പ്രത്യേക ജൂറി പരാമർശമുള്ള 5 പേരുമുണ്ട്. കഥേതര വിഭാഗം നോൺ ഫിക്ഷൻ 15 അവാർഡാണ്. പ്രത്യേക ജൂറി പരാമർശമുള്ള 8 പേർക്ക് കൂടി പാരിതോഷികം നടക്കും. പിന്നെ രചനാ വിഭാഗത്തിൽ 2 അവാർഡ്, ജൂറി പരാമർശമുള്ള ഒരാൾക്ക് കൂടി പ്രത്യേക പാരിതോഷികം കൊടുക്കും. അങ്ങനെ ടോട്ടൽ 38. പ്രത്യേക ജൂറി പരാമർശമുള്ളത് 14 പേർക്കാണ്. അതിൻ്റെ കോപ്പി നിങ്ങൾക്ക് തന്നതുകൊണ്ട് ആളുടെ പേര് പറയണം എന്നുണ്ടോ? കോപ്പി തന്നാൽ പോരെ? അത് മതി. അപ്പോൾ നമുക്ക് സമയം ലാഭിക്കാം. പിന്നെ 2015 അതിൽ ടോട്ടൽ അവാർഡ് 38 ആയിരിക്കും. പ്രത്യേക ജൂറി പരാമർശമുള്ളത് 10 പേർക്കാണ്. അതിൽ കഥാവിഭാഗം ഫിക്ഷൻ 22 പേർക്ക് അവാർഡ്, പ്രത്യേക ജൂറി പരാമർശം ഉള്ള 3 പേർക്ക് പാരിതോഷികം. കഥേതര വിഭാഗം 15 അവാർഡ്, അതിൽ പ്രത്യേക ജൂറി പരാമർശം 7. പിന്നെ രചനാ വിഭാഗം അത് ബുക്കിൻ്റെ മേഖലയിലില്ല, ലേഖനത്തിനാണ് ഒരു അവാർഡ്, 1 ഉള്ളൂ. അത് അങ്ങനെ 38 അവാർഡും പ്രത്യേക ജൂറി പരാമർശമുള്ളത് 10.
ഇത് 14ൻ്റെ തങ്ങ് പല കാരണങ്ങളാൽ വൈകിപ്പോയതായിരിക്കുമെന്നാണ് തോന്നുന്നത്. 15ൻ്റേത് പിന്നെ ആകുന്നേ ഉള്ളൂ. ഇതാണ് പൊതുവിൽ സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ സംസ്ഥാന ടെലിവിഷൻ അവാർഡ് അതിപ്പോൾ ഇന്ന് പ്രഖ്യാപിച്ചു. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 2015ൻ്റേത് അത് ആൾറെഡി ഡിക്ലെയർ ചെയ്തതാണ് 2016 ഫെബ്രുവരിയിൽ. അതിൻ്റെ അവാർഡ് ദാനം ഇനി നടക്കാൻ പോകുന്നേ ഉള്ളൂ. പിന്നെ അന്തർദേശീയ ചലച്ചിത്ര ഉത്സവം, അതാണല്ലോ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത്. അത് 2016 ഡിസംബറിലാണ് നടക്കുക, 21ാമത്. പിന്നെ അന്തർദേശീയ ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം മേള, അത് ഈ 10 മുതൽ 14 വരെ നടക്കും. പിന്നെ ഡാനിയൽ അവാർഡ്. ഇതാണ് പ്രധാനപ്പെട്ട വകുപ്പിൻ്റെ കീഴിലുള്ള സാംസ്കാരിക രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശ്രദ്ധിക്കപ്പെടുന്ന പരിപാടികൾ. അപ്പോൾ ഇതൊന്ന് ഔപചാരികമായി നിങ്ങളെയൊക്കെ അറിയിക്കുക, എല്ലാ സഹായ സഹകരണങ്ങളും നൽകുക. പണ്ട് ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് നല്ല പ്രോത്സാഹനമാണ് പൊതുവിൽ പത്രദൃശ്യ മാധ്യമങ്ങളിൽ നിന്ന് ലഭ്യമായത്. അതിൻ്റെ ഗുണം അന്നത്തെ 2 വകുപ്പിനുണ്ടായിട്ടുണ്ട്. പട്ടികവർഗ പിന്നോക്ക വകുപ്പിനുണ്ടായിട്ടുണ്ട്, വൈദ്യുതി വകുപ്പിനുണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ നല്ലൊരു സഹായ സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് ഈ രംഗത്തെ കുറേ കൂടി മെച്ചപ്പെടുത്താൻ കഴിയും. ഒരു പുതിയ മേഖലയിലേക്ക് കടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരുടെയും സഹായം ഉണ്ടാകണം. സംസ്ഥാന ടെലിവിഷൻ അവാർഡുകളുടെ പ്രഖ്യാപനമാണ് ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി A.K. ബാലൻ നടത്തിയത്. 2014-15 വർഷത്തെ സംസ്ഥാന ടെലിവിഷൻ അവാർഡുകളാണ് അദ്ദേഹം ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാകുന്നതാണ്. സംസ്ഥാന ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു. 2014-15 വർഷങ്ങളിലെ 2 വർഷത്തെ ടെലിവിഷൻ അവാർഡുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2014 മികച്ച ടെലിവിഷൻ ഷോയായി കൈരളി TV-യിലെ JB ജംഗ്ഷൻ തെരഞ്ഞെടുക്കപ്പെട്ടു. അല്പം മുമ്പ് സാംസ്കാരിക വകുപ്പ് മന്ത്രി A.K. ബാലനാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത്. അവാർഡുകളുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കാതെ അതിൻ്റെ അവാർഡിൻ്റെ വ്യക്തമായ കോപ്പി മാധ്യമപ്രവർത്തകർക്ക് നൽകുകയായിരുന്നു അദ്ദേഹം. 2 വർഷത്തെ കൂടി ഒരുമിച്ചാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2014 വർഷത്തെ അവാർഡുകൾ പ്രഖ്യാപിച്ചിരുന്നില്ല കഴിഞ്ഞ സർക്കാർ. ആ അവാർഡും 2015 അവാർഡുകളും കൂടിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2014 മികച്ച ടെലിവിഷൻ ഷോയായി ജോൺ ബ്രിട്ടാസ് അവതരിപ്പിക്കുന്ന JB ജംഗ്ഷൻ തെരഞ്ഞെടുക്കപ്പെട്ടു. 2014 മികച്ച ടെലിവിഷൻ ഷോയായി JB ജംഗ്ഷൻ തെരഞ്ഞെടുക്കപ്പെട്ടു. ഒപ്പം 2014-15 വർഷത്തെ മറ്റ് അവാർഡുകളുടെ വിവരങ്ങളുമായി ഷീജ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ഷീജ, എങ്ങനെയാണ് അവാർഡ് വിവരങ്ങൾ എങ്ങനെയാണ്? സൗമ്യ, സംസ്ഥാന ടെലിവിഷൻ അവാർഡ് 2014-ലെയും 15-ലെയും സംസ്ഥാന ടെലിവിഷൻ അവാർഡുകളാണ് അല്പസമയം മുമ്പ് മന്ത്രി A.K. ബാലൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ 2014 മികച്ച TV ഷോയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കൈരളി TV-യിലെ JB ജംഗ്ഷനാണ്. കൺമണി, വാവ സുരേഷ് എന്നിവരുടെ എപ്പിസോഡുകളാണ് അവാർഡിന് അർഹമാക്കിയിരിക്കുന്നത്. 20,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. മറ്റ് കൈരളിക്ക് ലഭിച്ചിട്ടുള്ള അവാർഡുകൾ എന്ന് പറയുന്നത് കുട്ടികളുടെ മികച്ച ഷോർട്ട് ഫിലിമായി കോട്ടി, കൈരളി TV-യിൽ സംപ്രേഷണം ചെയ്തിട്ടുള്ള കോട്ടി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന് മികച്ച നടനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് മുരുകനാണ്. മുരുകൻ കൈരളി TV-യിൽ സംപ്രേഷണം ചെയ്ത ഉന്മാദം എന്ന ടെലിഫിലിമിലെ നടനായിരുന്നു. മികച്ച ബാലതാരങ്ങളായി തെരഞ്ഞെടുത്തിരിക്കുന്നത് അക്ഷയ്, നീതീഷ് എന്നിവരെയാണ്. ഇവർ കോട്ടി എന്ന ടെലിഫിലിം കൈരളി TV-യിൽ തന്നെ സംപ്രേഷണം ചെയ്ത കോട്ടി എന്ന ടെലിഫിലിമിൽ അഭിനയിച്ചവരാണ്. മറ്റ് അവാർഡുകൾ പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹമായിരിക്കുന്നത് നടി ശ്യാമളയാണ്. ഇത് ഉന്മാദം എന്ന ടെലിഫിലിമിലെ അഭിനയത്തിനാണ് ഇവർക്ക് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചിരിക്കുന്നത്. കഥേതര വിഭാഗത്തിൽ മികച്ച ഡോക്യുമെന്ററിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത് കേരള എക്സ്പ്രസ് അമ്മക്കിളിയുടെ ഇത് സംപ്രേഷണം ചെയ്ത കേരള എക്സ്പ്രസിന്റെ എപ്പിസോഡാണ്. ഇതിൽ മികച്ച ഡോക്യുമെന്ററിയായി കൈരളിയും ഏഷ്യാനെറ്റുമാണ് ഈ അവാർഡ് പങ്കിട്ടിട്ടുള്ളത്. മറ്റ് അവാർഡുകൾ എന്ന് പറയുന്നത് 2015-ലെ
അവാർഡുകളാണ് പിന്നീടുള്ളത്. ഇതിൽ യെസ് 2014ലെയും 2015ലെയും സംസ്ഥാന ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു. 2014ലെ മികച്ച ടെലിവിഷൻ ഷോ ആയി തെരഞ്ഞെടുത്തിരിക്കുന്നത് JB ജംഗ്ഷനാണ്. ജോൺ ബ്രിട്ടാസ് അവതരിപ്പിക്കുന്ന JB ജംഗ്ഷൻ. ഇതിൽ 2 എപ്പിസോഡുകളാണ് അവാർഡിനായി പരിഗണിച്ചിട്ടുള്ളത്, അവാർഡ് നൽകിയിട്ടുള്ളത്. കൺമണീയമായുള്ള ഇന്റർവ്യൂവും ഒപ്പം തന്നെ വാവാ സുരേഷ് ഉള്ള ഇന്റർവ്യൂവും, ഈ 2 എപ്പിസോഡുകൾ പരിഗണിച്ചാണ് JB ജംഗ്ഷൻ മികച്ച ടെലിവിഷൻ ഷോ ആയി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഒപ്പം കൈരളി TVക്ക് മറ്റ് നിരവധി നേട്ടങ്ങളും അവാർഡ് 2014ലെ ടെലിവിഷൻ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. മികച്ച ടെലിഫിലിം ആയി കോട്ടി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു, കൈരളി TVയിൽ സംപ്രേഷണം ചെയ്ത. ഒപ്പം തന്നെ നടനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കൈരളി TVയിൽ തന്നെ സംപ്രേഷണം ചെയ്ത ടെലിഫിലിമിലെ നടൻ മുരുകനാണ്. ബാലതാരങ്ങൾ 2 പേരും കൈരളിയിൽ തന്നെ സംപ്രേഷണം ചെയ്തിട്ടുള്ള ടെലിഫിലിമിലെ അഭിനയത്തിന് വേണ്ടിയിട്ടാണ്. മികച്ച ഡോക്യുമെൻ്ററിയായി കേരള എക്സ്പ്രസ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഈ അവാർഡുകളാണ് 2014 ഈ അവാർഡുകളാണ് 2014 ലഭിച്ചിട്ടുള്ളത്. പീപ്പിൾ TVയിൽ സംപ്രേഷണം ചെയ്തിട്ടുള്ള, കൈരളി പീപ്പിൾ TV സംപ്രേഷണം ചെയ്തിട്ടുള്ള പരിപാടികൾക്ക് നിരവധി അവാർഡുകൾ 2014 ലഭിച്ചിട്ടുണ്ട്. പ്രധാനമായത് ടെലിവിഷൻ മികച്ച ടെലിവിഷൻ പരിപാടിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് കൈരളി പീപ്പിൾ TVയിൽ സംപ്രേഷണം ചെയ്യുന്ന JB ജംഗ്ഷനാണ്. കൺമണി, വാവാ സുരേഷ്, ഈ 2 എപ്പിസോഡുകൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ 2 എപ്പിസോഡുകളായിരുന്നു. അതുതന്നെയാണ് അവാർഡിനായി പരിഗണിക്കപ്പെട്ടിട്ടുള്ളത്. ഷീജ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഷീജ, 2015ലെ അവാർഡുകളുടെ ഡീറ്റെയിൽസ് കൂടി, ഒപ്പം വിശദമായ വിവരങ്ങളും. സൗമ്യ, സംസ്ഥാന ടെലിവിഷൻ അവാർഡ് 2014ലെയും 2015ലെയും സംസ്ഥാന ടെലിവിഷൻ അവാർഡുകളാണ് അല്പസമയം മുമ്പ് മന്ത്രി AK ബാലൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് 2014ലെ അവാർഡുകളുടെ കാര്യത്തിൽ മികച്ച ടെലിവിഷൻ ഷോ ആയി തെരഞ്ഞെടുത്തിരിക്കുന്നത് കൈരളി TVയിൽ സംപ്രേഷണം ചെയ്തിട്ടുള്ള JB ജംഗ്ഷനാണ്. അതിൽ കൺമണി, വാവ സുരേഷ് എന്നിവരുടെ എപ്പിസോഡുകളാണ് അവാർഡിന് അർഹമാക്കിയിരിക്കുന്നത്. 20,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. മറ്റ് അവാർഡുകൾ ഈ രീതിയിലാണ്. കുട്ടികളുടെ മികച്ച ഷോർട്ട് ഫിലിമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് കൈരളി TVയിൽ സംപ്രേഷണം ചെയ്ത കോട്ടി എന്ന ഷോർട്ട് ഫിലിമാണ്. കോട്ടി എന്ന ഷോർട്ട് ഫിലിമിന് പുറമെ ഇതിലെ തന്നെ അഭിനയത്തിന് മികച്ച ബാലതാരങ്ങളായി അക്ഷയെയും നീതീഷിനെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കോട്ടി എന്ന ടെലിഫിലിമിലെ അഭിനയത്തിനാണ് ഇവർക്ക് ഈ അവാർഡിന് അർഹമാക്കിയിരിക്കുന്നത്. മികച്ച നടനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഉന്മാദം എന്ന ടെലിഫിലിമിന്റെ അഭിനയത്തിന് മുരുകനെയാണ്. ഇതും കൈരളി TVയിൽ സംപ്രേഷണം ചെയ്ത ടെലിഫിലിമാണ്. മറ്റ് അവാർഡ് മികച്ച നടിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത് പ്രത്യേക ജൂറി പരാമർശത്തിൽ നടിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ശ്യാമളയാണ്. ഇതും ഉന്മാദത്തിലെ അഭിനയത്തിനാണ് ശ്യാമളയും അവാർഡിന് അർഹയാക്കിയിരിക്കുന്നത്. കഥേതര വിഭാഗത്തിൽ മികച്ച ഡോക്യുമെന്ററിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത് കേരള എക്സ്പ്രസിലെ അമ്മക്കിളി എന്ന എപ്പിസോഡിനാണ് മികച്ച ഡോക്യുമെന്ററിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. മറ്റ് അവാർഡുകൾ എന്ന് പറയുന്നത് പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹമാക്കിയ ഡോക്യുമെന്ററി സഖ്യപുത്രി ദുഃഖപുത്രി എന്ന കൈരളി പീപ്പിൾ സംരക്ഷണം ചെയ്ത ഡോക്യുമെന്ററി. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. 2014ലെയും 2015ലെയും ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു.